നിത്യജീവിതത്തിൽ പ്രാർത്ഥനയുടെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ നിത്യവുമുള്ള നമസ്കാരം 5 നേരത്തെ പ്രാർത്ഥനയിൽ എത്രമാത്രം നമ്മൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്കറിയാം, നമ്മൾ മുതിർന്നവർ സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ പലപ്പോഴും കടന്നു പോകുന്ന ആളുകളുണ്ട്, ധാരാളം പേര്. അതുപോലെ വളരെ തിരക്ക് പിടിച്ച ഈ ലോകത്ത് നമ്മൾ മനസ്സിന് സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. ചെറുപ്പകാലം മുതൽ കുട്ടികളുടെ നമസ്കാരവും അവരുടെ ആധ്യാത്മിക വിഷയങ്ങളുമായി നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം ആ വിഷയത്തിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ മനസ്സമാധാനമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിട്ട് വളർന്നു വരും എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾക്ക് 5 നേരത്തെ നമസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ അവരോടൊപ്പം നമസ്കരിക്കുകയും വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു നേരമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ, നമസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.